എനിക്ക് ഇലക്ട്രോണിക്സ് ഒരു വണ്ടിയിൽ എന്തുമാത്രം കുറവാണോ? ടോട്ടലി ഇപ്പൊ ഈ ഒരു വണ്ടിയുടെ മേലെ എത്ര രൂപ പണിഞ്ഞിട്ടുണ്ട്? ഇത് റേറ്റ് എങ്ങനെ വരുന്നപ്പോ? ഇതിന് ഒരു ഇത്രയും ട്യൂൺ ചെയ്ത വണ്ടി ട്യൂൺ ചെയ്ത് ഇപ്പൊ എത്രയാണ് മൈലേജ് എന്ന് പറയാൻ പറ്റും? കേരളത്തിൽ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് MPD ഭാഗത്ത് നിന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അമൃത യൂണിവേഴ്സിറ്റിയിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെക്നോസിന്റെ ഭാഗമായിട്ട് തുന്ദ്ര ഇറക്കിയിട്ടുണ്ട്. തുന്ദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ GTR കറന്റ്ലി ഇൻസ്റ്റാമിൽ ട്രെൻഡിങ് ആണ്. GTR ഒക്കെ ഈ പറയുന്ന ചേട്ടനാണ് ഈ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പുള്ളിയുടെ പേര് വിളിക്കാൻ്റെ പേരെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ID ഇതാണ്. പുള്ളിയാണ് ഈ വണ്ടി ഇവിടെ ഈ ഒരു അമൃത എക്സ്പോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടാൽ തന്നെ ഒരു അതിഭീകര വണ്ടിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു സൈസിലുള്ള വണ്ടി കാണാനില്ല. കാരണം നമ്മുടെ പിക്കപ്പ് കൾച്ചർ കുറഞ്ഞുകൊണ്ട് തന്നെ ഇതുപോലത്തെ മോഡലിലൂടെ കാണാൻ സാധിക്കുന്നതല്ല. അപ്പം ഈ വണ്ടിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ചേട്ടൻ പറയുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വണ്ടി കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? നമ്മുടെ നാട്ടിലേക്ക് വണ്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ മെയിൻ വണ്ടിയാണ് അവിടെ ഉള്ളത്. അപ്പോ നാട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി ബിൽഡ് ചെയ്യാനുള്ളൊരു താല്പര്യമില്ല. അപ്പൊ അവിടെ എന്ത് യൂസ് ചെയ്യുന്നു? പിന്നെ മോഡിഫിക്കേഷൻ ഇവിടെ ഇല്ലീഗൽ അല്ലേ? അതെ അതെ. അപ്പം നിങ്ങൾ പറ്റുന്ന രീതിയിൽ ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിൽ ശരിക്കുള്ള മോഡിഫിക്കേഷൻ എന്താണെന്ന് കാണിച്ചു തരാൻ ഒരു ഓപ്പർച്യൂണിറ്റി നാട്ടിലെ പിള്ളേർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ആ രീതിയിൽ ഇറക്കാൻ. അപ്പൊ ഈ ഒരു വണ്ടി കൊണ്ടുവന്നപ്പോൾ ഉള്ള അത്രയും ഒരു പ്രോസസിങ് എങ്ങനെയായിരുന്നു? UAE ഇങ്ങോട്ട് വരുമ്പോൾ പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം കാർനെറ്റ് എടുക്കണം. കാർനെറ്റ് എടുത്തിട്ട് പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ വണ്ടി കൊണ്ടുവരാൻ കുറെ ചാലഞ്ചസ് ഉണ്ട്. എന്ന് വെച്ചാൽ കണ്ടെയ്നറിൽ വീതി കാരണം കയറില്ല. അപ്പം ബോഡി അഴിച്ചു വെക്കണം, വീല് മാറ്റിയിടണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത് ഇവിടെ കൊണ്ടുവരാ, ടാക്സ് അടയ്ക്കുക, വണ്ടി ഇറക്കുക, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ ഒരു പ്രോസസിംഗ് എക്സ്പെൻസ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ ചേട്ടനെ? വണ്ടിയുടെ എക്സ്പെൻസ് കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം അവിടെ ഒരു 7 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ 7. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷിപ്പിംഗ് എല്ലാം കൂടെ 1.5 ലക്ഷം. ഇവിടെ ടാക്സ് മന്ത്ലി 10,000 രൂപ. 10,000 രൂപ 6 മാസത്തേക്കല്ലേ? 6 മാസം. ഈ 6 മാസം കഴിയുമ്പോൾ തിരിച്ചുകൊണ്ടോ പിന്നെ കൊണ്ടുവരാൻ പറ്റുമോ? പിന്നെ വീണ്ടും കൊണ്ടുവരാം. പക്ഷേ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ട് വണ്ടി റീഎൻട്രി ചെയ്യാം. നല്ലൊരു പ്രോസസിംഗ് ഉണ്ടല്ലേ? അത്യാവശ്യം കോസ്റ്റ്. അപ്പൊ ഈ നമ്മൾ ഈ ഒരു ഷിപ്പിംഗ് സമയത്ത് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ചെറിയൊരു തുകയ്ക്ക് ഷിപ്പിംഗ് ഇൻഷുറൻസ് എടുക്കാം. അതിന് കമ്പനി ഉണ്ടോ? ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി കമ്പനികളുണ്ടോ? ഉണ്ട്. നമുക്കിപ്പോ ചെയ്ത അഹ്ലൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പിന്നെ പല ആൾക്കാർക്ക് പല പ്രിഫറൻസ് ആണ്. കുറെ കമ്പനീസ് ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഈ വണ്ടിയല്ല വേറെ എത്ര വണ്ടികളുണ്ട്? അടുത്ത കൊല്ലം ഒരു വണ്ടി മാറ്റി ഒന്ന് പിടിക്കണമെന്നുണ്ട്. അതിപ്പോ ഒരു വർക്സിലാണ്, ഫൈനലൈസ് ചെയ്തിട്ട് പറയാം. എന്തായാലും അടുത്ത കൊല്ലം വേറെ വണ്ടി സ്പോർട്സ് കാറ്റഗറി ഒരു വണ്ടി വണ്ടി കൊടുക്കാനാണോ? വണ്ടി കീപ്പ് ചെയ്യാൻ പോകും. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോയപ്പം ഒരു ഓഫർ വന്നതാണ്. പക്ഷെ കൊടുക്കാൻ അങ്ങനെ മനസ്സിലുന്നില്ല. അപ്പം പിന്നെ ഈ വണ്ടിയുടെ ഒരു കാര്യം പറയുമ്പോൾ എന്തൊക്കെയാണ് ഇത് വന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ? ഇതില് ഇന്റേണലി മെയിൻലി ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇന്റേണലി മെയിൻലി ഒന്നും ചെയ്തിട്ടില്ല. പേർപ്പസ് ബിൽഡ് ആണ്. കൂടുതൽ മോഡിഫിക്കേഷൻ ഉള്ളത് എക്സ്റ്റേണലി ആണ്. അപ്പോൾ ഇതിന്റെ സസ്പെൻഷൻസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് മെറ്റൽ ബമ്പർ നമ്മൾ തന്നെ ടൈറ്റൻ പെർഫോമൻസിൽ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ട്യൂൺ, എക്സോസ്റ്റ് സിസ്റ്റം, ലീഡ് ലോക്കിന്റെ വീൽ ഇട്ടിട്ടുണ്ട്. ബാക്കില് മറ്റേ റേസ് സ്പെയർ ടയർ കാരിയർ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ മാറ്റിയെന്ന് പറഞ്ഞല്ലോ. ഈ സസ്പെൻഷൻ മാറ്റിയത് കൊണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും? സസ്പെൻഷൻ മാറ്റിയോണ്ട് ഇത് ആക്ച്വലി ഒരു പ്രീ റണ്ണിംഗ് സെറ്റപ്പിൽ ചെയ്തതാണ്. അപ്പോ റേസ് സസ്പെൻഷൻ എന്ന് വെച്ചാല് ലോങ് ട്രാവൽ എന്ന് പറയും. നമ്മൾ ഈ റേസ് കോഴ്സ് പ്രീ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാനും ആ ഒരു പർപ്പസിന് വേണ്ടി ബിൽഡ് ചെയ്ത സസ്പെൻഷൻ സെറ്റപ്പ്. സ്റ്റോക്കിനകത്ത് ഒന്നും വർക്ക് ചെയ്യത്തില്ല. അല്ല, സ്റ്റോക്കിനകത്ത് പിടിച്ച് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ആഫ്റ്റർ മാർക്കറ്റ് തന്നെ ചെയ്തേ പറ്റും. ഇതൊക്കെ എല്ലാം അവിടെ UAE ചെയ്തല്ലേ? കംപ്ലീറ്റ്ലി UAE ബിൽഡ് ചെയ്തത്. ഇതെല്ലാം US ബേസ്ഡ് റേസിംഗ് ബ്രാൻഡ്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്, അല്ലാതെ നോർമൽ പിന്നെ കാര്യം ടൊയോട്ട എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കമ്പനിയാണ്. ഇന്ത്യയിൽ ഇറക്കുന്ന വണ്ടിക്ക് അവിടുത്തെ അത്ര ക്വാളിറ്റി ഇല്ലെന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല ഈ വണ്ടി. കാരണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടൊയോട്ട എന്നുള്ള നിങ്ങൾ പറഞ്ഞ പോലെ ഗ്ലോബൽ ബ്രാൻഡാണ്. അവർക്ക് വേൾഡ് വൈഡ് റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം പ്ലാന്റ് ചൈനയിലാണെങ്കിലോ ഇന്ത്യയിലാണെങ്കിലോ ഇനി UAE എവിടെയാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ക്വാളിറ്റി ചെക്കും അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ്സും എല്ലാവർക്കും മെയിൻറ്റെയിൻ ചെയ്താൽ പറ്റും. അങ്ങനെ ക്വാളിറ്റി കൺസേൺസ് ഉണ്ടാവില്ല. പിന്നെ വണ്ടി സെറ്റപ്പ് ചെയ്യുന്ന രീതി ചിലപ്പം നാട്ടിലേക്ക് ഡിഫറെന്റ് ആയിരിക്കും, UAE ഡിഫറെന്റ്. ക്വാളിറ്റി കൺസേൺസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യും. പിന്നെ ഈ വണ്ടിയുടെ ട്യൂണിങ്ങിന്റെ കാര്യം പറയാം ചേട്ടാ. ഈ എഞ്ചിൻ ട്യൂണിങ്ങിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഹെഡേഴ്സ് ഫുൾ എക്സോസ്റ്റ് സിസ്റ്റം ഡൈനോയിലിട്ട് ട്യൂൺ ചെയ്യും, കുറച്ചുകൂടെ പവർ ഇടാൻ വേണ്ടി. പക്ഷേ ഡെയിലി യൂസും ആണ്. ഇപ്പം ഓവർ പവർ ഏറ്റിട്ട് മാക്സിമം ത്രഷോൾഡ് എത്തിയിട്ട് വണ്ടിക്ക് ഡാമേജ് വരുന്ന രീതിയിലല്ല, ഡെയിലി യൂസബിളും ആണ്. ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. ആവശ്യമുള്ള ചവിട്ടി കയറാൻ പറ്റും, അല്ലാതെ അപ്പം ഈ ഒരു ട്യൂണിംഗ് ഉണ്ട്.
സ്റ്റോക്കിൽ നിന്ന് എത്ര BSP ആണ് കൂടിയെന്ന് പറയാൻ പറ്റുമോ? സ്റ്റോക്കിൽ നിന്ന് പല ഫിഗേഴ്സ് എഫക്ട്. ഇപ്പൊ വലിയ ടയർ സൈസ് കൂടുന്നവരും BHP കുറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എക്സാക്ട് ഫിഗർ പറയാൻ പറ്റും. ഈ ടയർ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റോഡിംഗ് ടയർ അല്ലേടാ? പ്യൂർലി ഓഫ് റോഡ്. സോ അവിടെ ഓഫ് റോഡിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു സസ്പെൻഷൻ മാറ്റാനുള്ള മികവ് എന്തായിരുന്നു പറയാൻ പറ്റുമോ? മികവ് എന്ന് വെച്ചാൽ സ്പീഡ് എടുക്കാൻ പറ്റും, ഇമ്പാക്ട് അറിയില്ല, സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ. പിന്നെ SUV എന്ന് പറയുമ്പോൾ ഇതും ഒരു SUV അല്ല, ഇത് വണ്ടികളാണല്ലോ കോമൺലി. ആക്ച്വലി ടെക്നിക്കലി പറയുമ്പോൾ സ്പോർട്സ് ഷൂട്ടില് SUV തന്നെയാണ് വരുന്നത്. അതെ, പിക്കപ്പാണ്. ഒരു നമ്മുടെ നാട്ടിലെ കൾച്ചർ അല്ല ഈ വണ്ടിക്ക്. കാരണം USA കൂടുതലുള്ള ഈ പിക്കപ്പ് വണ്ടികളാണ്. നമ്മുടെ നാട്ടിലെ കൾച്ചർ ഹൈലക്സ് ഇറങ്ങുന്നുണ്ട്, വെൽക്കം. പക്ഷെ ടണ്ട്ര നാട്ടിലേക്ക് ഫീസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓടിക്കാൻ വലിയ വണ്ടിയല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതും ചോദിക്കാറുണ്ട്, നമ്മുടെ നാട്ടിലെ ഇത്രയൊരു ഇത്ര സൈസിൽ വണ്ടി ഇല്ല. ഈ വണ്ടി ഓടിക്കുമ്പോൾ ഇല്ലാത്തതിനൊരു കാരണമുണ്ട്. കാരണം കൊണ്ടുനടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സൈസ് വരുമ്പോൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് തുന്ത്ര എടുക്കണമെങ്കിൽ എത്ര വേണം സാലറി? ഒരു സാലറി ബേസിസിൽ നോക്കാൻ പറ്റത്തില്ല ബ്രോ. ഇപ്പൊ 1000 ദിർഹം സാലറി ഉള്ളവർ സേവ് ചെയ്ത് വെച്ച് വണ്ടി എടുക്കുന്നുണ്ട്, 10,000 ദിർഹം ഉള്ളത് ലോൺ ഇട്ട് വണ്ടി എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ടുണ്ട്ര യൂസ്ഡ് എടുക്കണമെങ്കിൽ ഒരു നല്ലൊരു വണ്ടി വേണമെങ്കിൽ ഒരു 80,000 അല്ലെങ്കിൽ 1,00,000 ദിർഹംസ് ആണ് അവിടുത്തെ. യൂസ്ഡ് 2013-14 ആ റേഞ്ച് എടുക്കും. ഇവിടുത്തെ റേറ്റ് വരുമ്പോൾ എത്ര ആവും? നീ കൺവേർട്ട് തന്നെ ചെയ്തോളൂ, ഏകദേശം ഒരു 15-20 ലക്ഷം രൂപ. ടാക്സസ് ഇല്ലല്ലോ, അവിടെ കുറച്ചുകൂടെ എളുപ്പം. കാരണം ഞാൻ ചോദിക്കാൻ കാരണമല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങളുണ്ട്. അവിടുത്തെ പെട്രോൾ മെയിൻ്റെനൻസ് ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും? ഒരു കുഴപ്പമില്ല. ടൊയോട്ട എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്ര മാത്രമല്ല, അതിൽ കൂടുതലായിട്ട്. അപ്പൊ പിന്നെ ഇത്രയും ട്യൂൺ ചെയ്ത വണ്ടി ഇപ്പൊ എത്രയാണ് മൈലേജ് പറയാൻ പറ്റും? 1.5 അല്ലെങ്കിൽ 2. ഇവിടെ കുറഞ്ഞിട്ടുണ്ടോ മൈലേജ് ഇന്ത്യ വന്നിട്ട്? ഇവിടെ അങ്ങനെ മൈലേജ് പ്രത്യേകിച്ച് നോക്കാറില്ല, പക്ഷെ 1.5-2 ആ റേഞ്ചിലുള്ളൂ. ഓക്കെ. കാരണം അവിടെ ആണെങ്കിൽ എത്ര കിട്ടും? സെയിം മൈലേജ് ആണോ അതോ കൂടുതൽ മൈലേജ് ആണോ? 2.5-3. വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞ കാര്യമാണ്, ദുബായിൽ പെട്രോൾ കുറച്ചുകൂടെ എനിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ടെസ്റ്റ് റിപ്പോർട്ട്സ് ഓൺലൈനിലുണ്ടാവും, പക്ഷെ എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ല. അങ്ങനെയൊക്കെയാണ് ഞാനും കേട്ടത്, പക്ഷെ അത് നമുക്ക് എന്തെങ്കിലും റിപ്പോർട്ട് ഇല്ലാണ്ട് ബാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കേരളത്തിൽ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് MPD ഭാഗത്ത് നിന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? MPD നിർത്തും, വളരെ റെസ്പെക്ട്ഫുള്ളി ആണ് ഡീൽ ചെയ്യുന്നത്. ഡോക്യുമെന്റ്സ് ചോദിക്കും, കാര്യങ്ങൾ ചോദിക്കും, അത് കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഡിക്ലെയർ ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്കിപ്പോ ഈ ഒരു വണ്ടി ഫുള്ളി മോഡിഫൈഡ് ആണ്, പുറത്തുനിന്ന് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈ വണ്ടി ഇപ്പം ദുബായിലെ ലീഗൽ ലോസ് എങ്ങനെയാണോ അത് പ്രകാരം ലീഗൽ ആയിരിക്കണം. അപ്പൊ ദുബായിൽ എല്ലാ മോഡിഫിക്കേഷൻ രജിസ്റ്റേർഡ് ആണ്, ലീഗലാണ്. അപ്പൊ നാട്ടിൽ കുഴപ്പമില്ല, കാരണം വണ്ടി ഇവിടെ ഓടുന്നത് ദുബായ് രജിസ്ട്രേഷൻ കാർഡിലാണ്. പിന്നെ സസ്പെൻഷന്റെ കാര്യം പറയണ്ടേ? സസ്പെൻഷൻ ഏതിന്റെയാണ് വെച്ചേക്കുന്നത്? റേറ്റ് എങ്ങനെ വരുന്നത്? ഇതിന് ഒരു അറൌണ്ട് 15 lakhs. 6 കൂടെ 6 ഫ്രണ്ടിൽ 2. ഓക്കെ. 15 lakhs സസ്പെൻഷൻ മാത്രം. ഓക്കെ. അപ്പൊ ടോട്ടലി ഇപ്പൊ ഈ ഒരു വണ്ടിയുടെ മേലെ എത്ര രൂപ പണിഞ്ഞിട്ടുണ്ട്? വെറുതെ ചോദിക്കണം, ഒരു 40 to 50 lakhs അത്രയും മോഡിഫിക്കേഷൻ മാത്രമായിരുന്നു. ഓക്കെ. അപ്പൊ ഇനി അടുത്ത എന്താണ് ചെയ്യുന്നത്? മോഡ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇനിയൊന്നുമില്ല, ഹാപ്പിയാണ്. ഇതിന്റെ ഓഫ് റോഡിങ് ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടല്ലേ? ഇവിടെ വന്നിട്ട് ചെയ്യുന്നുണ്ട് ഓഫ് റോഡിങ്? പല ട്രിപ്പ്, കൊടൈക്കനാല്, മൂന്നാർ, വാഗമൺ. ഇനി ഞങ്ങള് ലഡാക്ക് പോകുന്നുണ്ട് ബൈ റോഡ്. അപ്പം ഇത് പോകുന്നതിന്റെ ഒരു പ്രശ്നമെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ റോഡിൽ പോകുമ്പോൾ? ഓഫ് റോഡിന്റെ സൈസ് മാത്രമേ ഒരു കൺസേൺ ആയിട്ടുള്ളൂ, വേറെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴും ഈ സൈഡൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യും. ഇവിടെ വണ്ടിയുടെ വീതിയും ലെങ്ത്തും അറിയണം, അല്ലെങ്കിൽ കയ്യിലേക്ക് ഇവിടെ ആണെങ്കിൽ. കാരണം ഇവിടുത്തെ റോഡ് ചെറുതല്ല, ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പം ഈ വണ്ടികളോടൊക്കെ ഉള്ള ഒരു പാഷൻ കൊണ്ടോ ചേട്ടാ ഈ വണ്ടി? കാരണം ഈ സെയിം റാമുണ്ട്, റാപ്റ്റർ ഉണ്ട്. എനിക്ക് ഇലക്ട്രോണിക്സ് ഒരു വണ്ടിയിൽ എന്തുമാത്രം കുറവാണോ അത്രയും താല്പര്യം കൂടുതൽ. കാരണം ടണ്ട്ര എന്നുള്ള പ്യൂർ മെക്കാനിക്കലാണ്, മെക്കാനിക്കലായിട്ട് വണ്ടികളാണ് വേണ്ടല്ലേ? പക്ഷെ ഇപ്പോഴത്തെ തുന്ത്ര കുറച്ചുകൂടെ ഇലക്ട്രോണിക് ആണ്. അപ്പൊ എനിക്ക് മെക്കാനിക്കൽ എന്തുമാത്രം ഒരു വണ്ടിയാണെന്ന് അത്രയും എന്നോട്. പിന്നെ വേറെ കാര്യം, GTR ചേട്ടൻ ഓർഡർ ഇറക്കുന്ന പറഞ്ഞല്ലോ. അതെ, അപ്പൊ എന്ന് വരും? അത് ഈ ഷോയ്ക്ക് ഉണ്ടാവേണ്ടതാണ്, നാളെ രാവിലെ ഇറങ്ങും. അതും ഇങ്ങനെ ട്യൂൺഡ് ആണോ? ഫുള്ളി ബിൽഡ്. അപ്പൊ എത്ര അതിന്റെ BSP വരുന്നത്? 1000 അറൌണ്ട് 800. ഓക്കെ. അപ്പൊ ചേട്ടാ ഇത്രയും നാളെ സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇനി അടുത്ത എക്സ്പോ കാണാൻ സാധിക്കും വിചാരിക്കുന്നു. താങ്ക് യു ചേട്ടാ.